കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി മരുന്ന് ശൃംഖലയിലെ 5 മുഖ്യപ്രതികളെയാണ് കൊച്ചി പെരുമ്പാവൂർ പോലീസ് അതിസാഹസികമായി വലയിലാക്കിയത്. പാലക്കാട് മുണ്ടൂർ പുത്തനൂർ പള്ളിപ്പറമ്പിൽ അബു താഹിർ, ഒറ്റപ്പാലം തൃക്കടീരി വലിയ പറമ്പിൽ ഹരികൃഷ്ണൻ, പാലക്കാട് കടമ്പഴിപ്പുറം മത്താണിപ്പറമ്പിൽ പ്രസ്ജിത്ത്, ഒറ്റപ്പാലം പനമണ്ണ തെക്കേതിൽ ശ്രീകേഷ്, ഒറ്റപ്പാലം ചളവറ പരിയാംതൊടി സഞ്ജയ് എന്നിവരാണ് എറണാകുളം ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. ഈ ലഹരി മാഫിയയുടെ പ്രധാന സൂത്രധാരനായ അബു താഹിറിനെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത്. കേരളത്തിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് വിദേശത്തു നിന്ന് കോടികളുടെ അതീവ മാരകമായ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചിരുന്ന ഈ അന്താരാഷ്ട്ര ശൃംഖലയുടെ അറസ്റ്റോടെ ലഹരി മാഫിയയുടെ കേരളത്തിലെ ഏറ്റവും വലിയ വിതരണ ശൃംഖലയ്ക്കാണ് ഇപ്പോൾ പോലീസ് കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിക്കുന്ന കൃത്യമായ പ്ലാനിങ്ങോടെയും ഹൈടെക് സംവിധാനങ്ങളോടെയുമാണ് ഈ സംഘം തങ്ങളുടെ കള്ളക്കടത്ത് നടത്തിപ്പോന്നിരുന്നത്. കേസിലെ പ്രധാന പ്രതികളായ അബു താഹിറും ഹരികൃഷ്ണനും ചേർന്ന് നാട്ടിൽ നിന്നും തങ്ങളുടെ വിശ്വസ്തരായ ഏജന്റുമാരെ കണ്ടെത്തുകയും അവർക്ക് സൗജന്യ വിസയും വിമാന ടിക്കറ്റും ഒപ്പം വൻ തുക പ്രതിഫലവും നൽകി തായ്ലൻഡിലേക്ക് അയക്കുകയുമായിരുന്നു ഇവരുടെ രീതി. തായ്ലൻഡിലെ വിവിധ എയർപോർട്ടുകൾ വഴി അതീവ രഹസ്യമായി ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ഏജന്റുമാരിൽ നിന്നും എയർപോർട്ടിന് പുറത്തു വച്ച് ഈ സംഘം നേരിട്ടാണ് മയക്കുമരുന്ന് കൈപ്പറ്റിയിരുന്നത്. തുടർന്ന് കേരളത്തിലെ വിവിധ ഇടങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ പ്രത്യേക വിതരണക്കാരെയും ഇവർ നിയോഗിച്ചിരുന്നു. പിടിക്കപ്പെട്ട പ്രതികളിൽ നിന്ന് ഇവരുടെ അന്താരാഷ്ട്ര യാത്രകളുടെ രേഖകൾ, ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ, ഒട്ടനവധി മൊബൈൽ ഫോണുകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവയെല്ലാം അന്വേഷണ സംഘം വൻതോതിൽ കണ്ടുകെട്ടിയിട്ടുണ്ട്. കേരള പോലീസിന്റെ ലഹരി വിരുദ്ധ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന വിപുലമായ റെയ്ഡിന്റെ തുടർച്ചയായാണ് ഈ അന്താരാഷ്ട്ര സംഘത്തിലേക്ക് അന്വേഷണം നീണ്ടത്. നേരത്തെ ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഞാറയ്ക്കൽ, അഴീക്കൽ, മാനാട്ടുപറമ്പ്, അരുക്കാട് വീട്ടിൽ ആയുഷ്, ഭാര്യ അനിക എന്നിവരെ 17 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവുമായി പോലീസ് പിടികൂടിയിരുന്നു. മാറമ്പിള്ളി കുന്നുവഴി ഭാഗത്ത് ബുധനാഴ്ച വൈകിട്ട് നടത്തിയ പരിശോധനയിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന 1.166 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി ആയുഷിനെയാണ് ആദ്യം പിടികൂടുന്നത്. തുടർന്ന് കുന്നുവഴിയിലെ ഫ്ളാറ്റിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് 16 കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തുകയും ആയുഷിന്റെ ഭാര്യ അനികയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലഹരി മാഫിയയുടെ തലവന്മാരിലേക്ക് പോലീസ് എത്തിയത്. രാജ്യാന്തര അതിർത്തികൾ കടന്ന എയർപോർട്ടുകൾ വഴി കൊച്ചിയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും എത്തുന്ന ഈ ഹൈബ്രിഡ് കഞ്ചാവ് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം യുവാക്കളെയാണ് മയക്കുമരുന്നിന്റെ കടുത്ത അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വൻ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട് ഇത്തരം അന്താരാഷ്ട്ര മാഫിയകൾ നടത്തുന്ന ഈ വലിയ വിപത്ത് നമ്മുടെ നാട്ടിലെ പൊതുസുരക്ഷയ്ക്കും സമാധാന അന്തരീക്ഷത്തിനും അതീവ ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത്. സാധാരണ കഞ്ചാവിനേക്കാൾ മാരകവും ആസക്തി കൂട്ടുന്നതുമായ ഇത്തരം ലഹരി വസ്തുക്കൾ നാടൊട്ടാകെ വിതരണം ചെയ്യുന്ന ശൃംഖലയെ വേരോടെ പിഴുതെറിയാൻ പോലീസിന് കഴിഞ്ഞത് ഒരു വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. പിടിയിലായ പ്രതികൾക്ക് അന്തർ സംസ്ഥാന തലത്തിലും വലിയ സ്വാധീനമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. നിലവിൽ ഈ സംഘത്തിലെ പ്രതികൾക്കെതിരെ അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികളുടെ അന്താരാഷ്ട്ര ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ചും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും പോലീസ് അന്വേഷണം വിപുലമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾ തങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ സംശയാസ്പദമായ രീതിയിൽ അപരിചിതരെ കാണുകയോ വലിയ തോതിൽ പണമിടപാടുകൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കേണ്ടതാണ്. വിദേശത്തെ സൗജന്യ യാത്രകളും വലിയ കമ്മീഷനുകളും വാഗ്ദാനം ചെയ്ത് സമീപിക്കുന്ന പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ഓരോ പൗരനും അതീവ ജാഗ്രത പുലർത്തണം. ഇത്തരം അന്താരാഷ്ട്ര ലഹരി മാഫിയകൾ നമ്മുടെ നാടിനെ വിഴുങ്ങുന്നതിനെതിരെയും നമ്മുടെ തലമുറകളെ സംരക്ഷിക്കുന്നതിനും കൃത്യമായ നിയമബോധം അനിവാര്യമാണ്. ഈ കേസിന്റെ വ്യാപ്തിയും രാജ്യാന്തര ബന്ധങ്ങളും കണക്കിലെടുത്ത് കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചും മയക്കുമരുന്ന് കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചുമുള്ള കൂടുതൽ അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടാനും സാധ്യതയുണ്ട്. തായ്ലൻഡിൽ നിയമവിധേയമാക്കിയ ചില ലഹരി ഉൽപ്പന്നങ്ങളെ ഇന്ത്യയിലെ കടുത്ത നിയമങ്ങളെ മറികടന്ന് എങ്ങനെ വിമാനത്താവളങ്ങൾ വഴി കടത്തിക്കൊണ്ടുവന്നു എന്നത് വിമാനത്താവള സുരക്ഷാ വിഭാഗവും പരിശോധിക്കുന്നുണ്ട്. സാധാരണക്കാരായ യുവാക്കളെ കരിയർമാരാക്കി തങ്ങളുടെ കൈകൾ സുരക്ഷിതമാക്കാൻ പ്രതികൾ നടത്തിയ നീക്കങ്ങളെല്ലാം ഡിജിറ്റൽ തെളിവുകളുടെ പോലീസ് പൊളിച്ചെടുക്കുകയായിരുന്നു. പ്രതികൾ ഉപയോഗിച്ചിരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായും പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ നഗരങ്ങളിലെ ആഡംബര പാർട്ടി കൾച്ചറുകളെയും വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളെയും കേന്ദ്രീകരിച്ചാണ് പ്രതികൾ തങ്ങളുടെ ലഹരി കച്ചവടം വിപുലീകരിച്ചിരുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ.
ഒന്നിനു പുറകെ ഒന്നായി പ്രതികൾ വലയിലായതോടെ കൊച്ചിയിലെ ലഹരി വിപണിക്ക് വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. എയർപോർട്ടുകളിൽ നിന്നും ലഹരി മരുന്ന് കൈപ്പറ്റി അത് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റാൻ പ്രത്യേകം വാടകയ്ക്കെടുത്ത വാഹനങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം വിപുലമായ ശൃംഖലകൾ തകർക്കാൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ലഹരിക്കടത്തിന്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. പിടിയിലായ 5 പ്രതികളെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇവരുടെ ഫോൺ കോൾ വിവരങ്ങളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവരുമായി ബന്ധം പുലർത്തിയ മറ്റ് ചില പ്രമുഖരുടെ വിവരങ്ങളും പോലീസിന് ലഭിച്ചതായാണ് സൂചന. കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ പ്രതികൾ ഉപയോഗിച്ച അതേ റൂട്ടിൽ മുൻപും സമാനമായ രീതിയിൽ ലഹരി എത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. ലഹരി കടത്തിനായി പ്രതികൾ കോടിക്കണക്കിന് നിക്ഷേപിച്ചതിന്റെ രേഖകൾ കണ്ടെത്താൻ ഇവരുടെ സ്വദേശങ്ങളിലെ ബാങ്ക് ശാഖകളിലും പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. സംസ്ഥാനത്ത് ലഹരി മരുന്ന് ഉപയോഗത്തിനെതിരെ ശക്തമായ ക്യാമ്പയിനുകൾ നടക്കുമ്പോഴും ഇത്തരം രാജ്യാന്തര സംഘങ്ങൾ പുതിയ വഴികൾ കണ്ടെത്തി ലഹരി എത്തിക്കുന്നത് വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. എയർപോർട്ടുകളിലെ കർശനമായ പരിശോധനകൾ പോലും വെട്ടിച്ച് എങ്ങനെയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പുറത്തെത്തിച്ചത് എന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരായ ഈ പോരാട്ടത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം വളരെ വലുതാണെന്നും സംശയകരമായ സാഹചര്യങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വിരയടയാളം പോലുള്ള തെളിവുകൾ നശിപ്പിക്കാതെ പോലീസിനെ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെടുന്നു. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്ന ഈ വൻ ലഹരി വേട്ടയും തുടർന്നുണ്ടായ അറസ്റ്റുകളും കേരളത്തിലെ ലഹരി വിരുദ്ധ പോരാട്ടത്തിലെ ഒരു നിർണായക നാഴികക്കല്ലാണ്. ഓപ്പറേഷൻ തൂഫാൻ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കും യുവതലമുറയുടെ ഭാവിക്കും ഭീഷണിയാകുന്ന ഇത്തരം സംഘങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും കൃത്യമായ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ഈ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ലഹരിക്കെതിരെയുള്ള ഈ വലിയ പോരാട്ടത്തിൽ പങ്കാളികളാവുക.